പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമായിരുന്നു. ഇന്ന് പുതിയ കാലം ആരംഭിക്കുകയാണ്. സിറോ മലബാർ സഭയിലെ ശ്ലീഹാക്കാലം. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ശിഷ്യന്മാർ എപ്രകാരമാണ് സുവിശേഷം പ്രഘോഷിച്ചത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. 3 കാര്യങ്ങളാണ് എടുത്തു പറയുക: പാപം, നീതി, വിധി. പാപം യേശുവിനെ തിരസ്കരിച്ചതാണ് പാപം. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ദൈവത്തെ തിരസ്കരിക്കുന്നതാണ് പാപം. 2, നീതി. ദൈവവുമായി രമ്യതപ്പെടുത്തുന്നതാണ്. യേശുവാണ് നീതീകരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഈ ബോധ്യം നൽകുന്നത്. യേശു മനുഷ്യവർഗത്തെ ദൈവവുമായി രമ്യതപ്പെടുത്തുന്ന നീതി സ്ഥാപിക്കുന്നു. 3-ാമത്തേത് ന്യായവിധിയാണ്. തിരസ്കരിക്കുക. ഈ രക്ഷകനെ തിരസ്കരിക്കുന്നത് സ്വയം വിധിക്കുന്ന തുല്യമാവും. അപ്പോൾ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തോട് രമ്യതപ്പെടുത്തി ജീവനിലേക്ക് നയിക്കുന്നതായിരിക്കും പരിശുദ്ധാത്മാവ്. ഈ ബോധ്യമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യങ്ങൾ സ്വീകരിക്കാൻ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധ്യമുണ്ടാകും. നമ്മൾ വിധി നേരിടേണ്ടവരാണെന്ന ബോധ്യത്തിലൂടെ ജീവിക്കാനുള്ള കൃപ പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് നിരന്തരം കാതോർക്കാൻ സഹായിക്കട്ടെ. നിൻ വഴിയെ